മോഹൻ റോയ്, കൊച്ചിയിലെ സ്കൂൾ വിദ്യാർത്ഥികൾ രാസലഹരി ഉപയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇത് എത്രത്തോളം വ്യാപകമായി ഉണ്ട് എന്നാണ് താങ്കളുടെയൊക്കെ ഒരു നിരീക്ഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്താണ് ഇതിനോട് താങ്കളുടെ പ്രതികരണം? തീർച്ചയായിട്ടും നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യത്തിന്റെ തെളിവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞങ്ങളൊക്കെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മാനസിക രോഗികളെ കണ്ട് അവരെ ചികിത്സിക്കുന്ന രീതിയിൽ കുറെ നാൾക്ക് മുമ്പ് കേരളത്തിലെ മാനസിക രോഗ ആശുപത്രി, അത് ഏത് മാനസിക രോഗ ആശുപത്രികളിലെ കണക്കെടുത്താലും നമുക്ക് മനസ്സിലാവുന്നു. പണ്ടൊക്കെ കൂടുതൽ മാനസിക രോഗികൾ ലഹരിയുമായി ബന്ധപ്പെട്ടത് എന്ന് പറയുമ്പോൾ മദ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു 10 വർഷം മുന്നേ ഈ പാറ്റേൺ ഏകദേശം കഞ്ചാവിലേക്ക് മാറുകയുണ്ട്. മദ്യവും കഞ്ചാവും. അതിനുശേഷം കഴിഞ്ഞ 6-7 വർഷങ്ങളായി നമ്മൾ ഈ പറയുന്ന രാസലഹരികളും തീവ്രലഹരിയും ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികാരികളെയും മറ്റും കൃത്യമായി നമ്മളെ അറിയിക്കുകയും അവിടെ കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ സർക്കാരിന്റെ സംവിധാനങ്ങളിൽ ഈ സംവിധാനങ്ങളൊക്കെ അപ്പുറത്തേക്ക് ഇതൊരു മാഫിയയായി വളർന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ അതിന്റെ തെളിവ് പുറത്തു വന്നിരിക്കുന്നത് മാത്രമേ ഞങ്ങളൊക്കെ എത്രയോ നാളായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യം. ഇതിപ്പോ വീഡിയോയിലൂടെ ഈ കുട്ടികളെ ബാധിക്കുന്നത് എങ്ങനെയൊക്കെയാണ് നമ്മൾ അധികം ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് രാവിലെ നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവം മാത്രം എടുത്താൽ മതി. അതിൽ കുട്ടികൾ അവരുടെ അവകാശങ്ങളെ കുറിച്ച് വളരെയധികം ബോധവാന്മാരായി അവർ പറയുന്നത്, കുട്ടികളായ ഞങ്ങൾ അക്രമം കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, പോലീസിന് പോലും കേസെടുക്കാൻ സാധിക്കില്ല എന്ന തരത്തിലേക്ക് വ്യാപകമായി ലഹരി ബിസിനസ്സിലേക്ക് എത്തുന്നു. നോക്കൂ, നമുക്ക് ഒരു സംവിധാനം എന്ന രീതിയിലുള്ള എൻഫോഴ്സ്മെന്റ് ഉണ്ടാവേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. 2011 കേരളത്തിലേക്ക് വെച്ച് വെച്ചാൽ കുട്ടികളുടെ എണ്ണം, അതിൽ തന്നെ യുവാക്കളും ചെറുപ്പക്കാരുമായ കുറെ അധികം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. ബാക്കി വരുന്ന ഈ കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ടാൽ നോക്കും, നാം ഇപ്പോൾ കാണുന്ന ഇതൊന്നുമല്ല ഇതിന്റെ സാമൂഹികമായ ഭവിഷ്യത്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് 10 വർഷം 15 വർഷം കഴിയുമ്പോൾ മാധ്യമപ്രവർത്തകരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും വക്കീലന്മാരും ഓട്ടോ ഓടിക്കുന്ന തൊഴിലാളികളും നിർമ്മാണ തൊഴിലാളികളും ഒക്കെ ഈ വിഭാഗത്തിന്റെ ഇടയിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത്തരത്തിൽ സമൂഹത്തിൽ പ്രൊഡക്റ്റീവായി സാധാരണയുടെ ജോലി ചെയ്ത് ജീവിക്കേണ്ട ഒരു തലമുറയാണ് നമ്മളിങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ഉത്തരവാദികളാണ്. ഇതിൽ മാധ്യമങ്ങളുടെ സ്വാധീനമുണ്ട്, സിനിമയുടെ സ്വാധീനമുണ്ട്, സാമൂഹികമായ ചില സംവിധാനങ്ങളൊന്നും തകർന്നു പോയതിന്റെ പ്രശ്നമുണ്ട്. ഈ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ ഇടപെട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. ചെറിയ ഓഡിയോ പ്രശ്നമുണ്ട് ഡോക്ടർ, അതുകൊണ്ടാണ് ഇടപെടുന്നത്. വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഡോക്ടർ മോഹൻ റോയ്. ഇപ്പോൾ സഹിൻ തുടരുന്നുണ്ട്. സഹിൻ, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കുട്ടികളെ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇവരുടെ പക്കൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടോ? ഇത് ഏത് സ്കൂളിലെ, അങ്ങനെ എന്തെങ്കിലും തരം വിവരങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുമോ? പ്രത്യേകിച്ചും മൈനേഴ്സാണ്, 18 വയസ്സിൽ താഴെയുള്ളവരാണ്. അവരുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിന് നമുക്ക് പരിമിതിയുണ്ട് എന്നറിയാം. എങ്കിൽ പോലും ഇത് എവിടെ നിന്നാണ് എന്നത് കൃത്യമായി അറിയാൻ കഴിയുന്നുണ്ടോ സഹിൻ? ലക്ഷ്മി, ഈ കുട്ടികളെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ചിറ്റൂർ ഭാഗത്തുള്ള കുട്ടികളാണ്. പക്ഷേ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ, സ്കൂളുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തു പറയാൻ കഴിയില്ല. കൂടുതൽ കുട്ടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് കൂട്ടായ്മകളിലുള്ള ആളുകളെ മുഴുവൻ പോലീസ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വരും ദിവസം ഇവരേക്ക് നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ ഈ കുട്ടികളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയോ എന്തായാലും ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിന്തറ്റിക് ഡ്രഗ് അടക്കമുള്ള കാര്യങ്ങൾ ഈ കുട്ടികൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹത്തിലേക്ക് വളർന്നു വരേണ്ട കുട്ടികളാണ് ഇത്തരത്തിൽ ലഹരി മരുന്ന് കാര്യമായി തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെ പുറത്തു വരുന്നു. ഡ്രഗ് അടക്കമുള്ളവ ഇവരിലേക്ക് ഏത് വഴിയാണ് എത്തുന്നത്? മാത്രമല്ല, ഇതിനുള്ള പണം അത് ഈ കുട്ടികൾക്ക്, ഈ +1 പഠിക്കുന്ന കുട്ടികൾക്ക്, ഹയർ സെക്കൻഡറിയിൽ മാത്രം പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് ഇത്രയധികം കാശ് കിട്ടുന്നത്? എന്താണ് ഇതിന്റെ സ്രോതസ്സുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവരങ്ങൾ സഹിൻ?
ലക്ഷ്മി, ഇപ്പോൾ സിന്തറ്റിക് ഡ്രഗ് എന്നൊക്കെ പറയുമ്പോൾ MDMA ഒക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ചീപ്പ് ഡ്രഗായി മാറിയിരിക്കുന്നു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. കാരണം അവർക്ക് ഏത് സമയവും അതിലേക്ക് എത്തിപ്പെടാനുള്ള വലിയ പ്രയാസമില്ല എന്നുള്ളതാണ്. മുൻപൊക്കെ വലിയ മുന്തിയ ഇനം ലഹരിമരുന്നായിട്ട് ഇതിനെ കരുതിയിരുന്നെങ്കിൽ ഇന്ന് കുട്ടികൾക്ക് ഇത്തരം സിന്തറ്റിക് ഡ്രഗിലേക്ക് പോകുന്നതിന് അധികം വലിയ പ്രയാസമൊന്നുമില്ല. അവരെ ഒരു കൂട്ടമായി തന്നെ ഇത് വാങ്ങാൻ കഴിയും എന്നുള്ളതാണ്. മാത്രമല്ല, ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ അത് സ്വന്തമായി നിർമ്മിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ വരെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പോലീസ് കൃത്യമായി തന്നെ നിരീക്ഷിച്ച് അവരെ പിടികൂടേണ്ടതാണ്. മാത്രമല്ല, ഇതിനുള്ള പണം പലപ്പോഴും കുട്ടികൾ മോഷണം നടത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ മോഷ്ടിച്ച് ഇതിനുള്ള പണം ഉണ്ടാക്കുന്നു, കൂട്ടത്തിൽ നിന്ന് പണം ഉണ്ടാക്കുന്നു. അങ്ങനെ വലിയ ഒരു ലഹരിയുടെ ഒരു കണ്ണികളായി ഇവരെല്ലാം വർത്തിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഇവർ തന്നെ ലഹരി വിൽപ്പനയും നടത്തുന്നുണ്ട്. ചില മുതിർന്ന ഈ സംഘത്തിലെ മുതിർന്ന ആളുകൾ തന്നെ ഈ ലഹരി വിൽപ്പനയും നടത്തുന്നുണ്ട്. അങ്ങനെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു കൂട്ടത്തിൽ ആരെങ്കിലും അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് പ്രയാസമേറിയ കാര്യമാണ്. കാരണം ഇവർ ഈ സംഘത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ അവരുടെ പ്രവർത്തികളിലും ഒപ്പം തന്നെ കൂട്ടുകെട്ടിലും എല്ലാം അത് കലരും. അത് പിന്നീട് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കും, വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ്. ആ രീതി തന്നെയാണ് ഇവിടെയും അവലംബിക്കുന്നത്. കാരണം ഈ ഒരു കൂട്ടമുണ്ടാക്കി ആ കൂട്ടത്തിലേക്ക് പുതുതായി ആളുകളെ എത്തിക്കുന്നു. അതിനുവേണ്ടി ചോക്ലേറ്റിലടക്കം ലഹരി മരുന്ന് ചേർക്കുന്നു, പെൺകുട്ടികൾക്കടക്കം അത് സമ്മാന പൊതികളായി നൽകുന്നു. മാത്രമല്ല, സിന്തറ്റിക് ഡ്രഗ് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ട പരിശീലനം ഇവർക്ക് നൽകുന്നു എന്നുള്ളതാണ്. എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചുകുട്ടികളടക്കം ഇതിൻ്റെ ഒരു ഭാഗമാക്കി ഇവർ കൊണ്ടുവരികയാണ്. കൊച്ചു കുട്ടികളെ അടക്കം ഇതിലേക്ക് കണ്ണി ചേർക്കുന്ന തരത്തിൽ ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഏതായാലും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തേക്ക് വിടുന്നത്. കൊച്ചിയിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ രാസലഹരി ഉപയോഗത്തിൻ്റെ ദൃശ്യങ്ങളാണ്. ലഹരി ചോക്ലേറ്റ് തയ്യാറാക്കുന്നതിൻ്റെ ദൃശ്യവും കാണാം നമുക്കതിൽ. പെൺകുട്ടികൾക്കടക്കം ലഹരി മരുന്ന് ചേർത്ത ചോക്ലേറ്റ് കൈമാറുകയാണ്. വിദ്യാർത്ഥികളുടെ വാട്സാപ്പ് കൂട്ടായ്മയിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. പണി എന്ന പേരിൽ ഒരു വാട്സാപ്പ് കൂട്ടായ്മ തന്നെ അവർ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. സഹിൻ തുടരുന്നുണ്ട്. സഹിൻ, ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ്, എത്രത്തോളം കുട്ടികളിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. ഏത് തരത്തിലൊക്കെ ഇപ്പോൾ പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും കൊച്ചി എടുത്താൽ? ഇതിൻ്റെ ഒരു വ്യാപ്തിയെക്കുറിച്ച് നമ്മൾക്ക് ഒരിക്കലും ഒരു മുൻവിധിയോടുകൂടി സംസാരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അത് ആരിലേക്കെല്ലാം എത്തിയിട്ടുണ്ട് എന്ന് പോലും നമ്മൾക്ക് പറയാൻ കഴിയില്ല. കാരണം ഭയപ്പെടുത്തുന്ന രീതിയിൽ ഇത് വ്യാപകമായി പടരുന്നു. ഒരു ക്യാൻസറായി തന്നെ ഇത് പടരുന്നു എന്നുള്ളതാണ്. ഒരാളിൽ നിന്നും രണ്ടാളിലേക്കും, രണ്ടാളിൽ നിന്നും നാലാളിലേക്കും, അങ്ങനെ ഒരു വർദ്ധിച്ചു വരുന്ന, അതായത് ഇരട്ടിച്ചു വരുന്ന തുകയായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത്. കാരണം ഒരു വിദ്യാർത്ഥി ഇത് വലിക്കുകയാണെങ്കിൽ രസത്തിന് വേണ്ടി മറ്റുള്ളവരെയും ഇതിലേക്ക് കണ്ണികളാക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും പെൺകുട്ടികളെയൊക്കെ വളരെ സുഗമമായി ഇവർ ഈ വലയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നതും. ഒപ്പം തന്നെ നമ്മളെ അടക്കം ഈ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ ഇത്രയും അധികം ഒരു അപകടകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള ഒരു ബോധത്തിലേക്ക് എത്തിക്കുന്നതുമെല്ലാം ഈ ദൃശ്യങ്ങളിൽ തന്നെ. ആ കുട്ടികൾ ഇത് വലിച്ച ശേഷം അവർ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: തലക്ക് പിടിച്ചില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതായത് തലക്ക് പിടിക്കാൻ വേണ്ടി ഇവർ വലിക്കുന്നു, ബോധം നഷ്ടപ്പെടാൻ വേണ്ടി വലിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ബോധം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഈ തലമുറയെ കൊണ്ടുപോകുന്ന ഒരു വലിയ കുട്ടി ക്രിമിനലുകളുടെ കൂട്ടം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി വരുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ആ സംഘങ്ങൾ അവരുടെ പണസമ്പാദനത്തിനും ഒപ്പം തന്നെ അവരുടെ ആർഭാട ജീവിതത്തിനും മറ്റും പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നതിനും എല്ലാം വേണ്ടി കൂടുതൽ കുട്ടികളെ ഇതിൻ്റെ കണ്ണികളാക്കി മാറ്റുന്നു, ഇതിൻ്റെ വലകളാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു സ്കൂളിൽ നിന്ന് തന്നെ ചിലപ്പോൾ 20 or 50 കുട്ടികൾ ഇതിൻ്റെ ഭാഗമായി മാറും. പ്രത്യേകിച്ചും ലഹരി കച്ചവടം തകൃതിയായി നടക്കും. മറ്റൊന്ന്, പെൺകുട്ടികളെ അടക്കം ദുരുപയോഗം ചെയ്യാൻ കഴിയും. അതിനെല്ലാം ഒരു സംഘം ഇവിടെ കാര്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് കൊച്ചി നഗരത്തിൻ്റെ മാത്രം കാഴ്ചയല്ല, എറണാകുളം ജില്ലയിൽ ആകമാനം ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപൊക്കെ നഗരങ്ങളിലേക്ക് പോകുമ്പോഴാണ് ആളുകൾക്ക് ഭയമുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഗ്രാമപ്രദേശങ്ങളിൽ കൂടി ഇത് വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ലഹരി ഉപയോഗം അത് വ്യാപകമാകുകയാണ്. കൊച്ചിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ രാസലഹരി ഉപയോഗിക്കുന്നതിൻ്റെയും ലഹരി ചോക്ലേറ്റ് തയ്യാറാക്കുന്നതിൻ്റെയും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ന്യൂസ് മലയാളം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പെൺകുട്ടികൾക്കടക്കം ലഹരി മരുന്ന് ചേർത്ത ചോക്ലേറ്റ് കൈമാറുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. വിദ്യാർത്ഥികളെ വാട്സാപ്പ് കൂട്ടായ്മയിലൂടെയാണ് ഈ കെണിയിലേക്ക് വീഴ്ത്തുന്നത്. ഏതായാലും സമൂഹം കരുതിയിരിക്കേണ്ട കാര്യങ്ങളാണ്, സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ ദൃശ്യങ്ങൾ എല്ലാവരും കാണണം.
കാരണം വീട്ടിൽ ഒരു കുട്ടിയുണ്ടെങ്കിൽ, പരിസരത്ത് ഒരു കുട്ടിയുണ്ടെങ്കിൽ അവർ ഈ വലയിലേക്ക് വീണു പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് സമൂഹമാണ്. സമൂഹത്തിന് ആ ബാധ്യതയുണ്ട്. ഉറപ്പായും നമുക്ക് ചുറ്റും നടക്കുന്ന അക്രമ സംഭവങ്ങൾക്കും ഇതുമായൊക്കെ ബന്ധമുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം. ഇന്ന് തന്നെ പുറത്തു വന്ന വാർത്തയിൽ ക്വീൻസ് വാക്ക്വേയിൽ സംഘങ്ങൾ തമ്മിൽ, യുവാക്കളുടെ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. അതും ലഹരി ഉപയോഗിച്ച സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇങ്ങനെ ക്രിമിനൽ വാസന വളരുന്നതിൽ കൂടി ഈ രാസലഹരി വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ പഠനങ്ങൾ, നിരീക്ഷണങ്ങൾ ആവശ്യമാണ് എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കൊച്ചിയിൽ നിന്ന് സഹിന ആന്റണിയാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.